ഹലോ ഫ്രണ്ട്സ്, ലെറ്റ്സ് ലേൺ വിത്ത് ലൗഷിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ആനുകാലികം. ആർത്തവ അവധിക്ക് ശമ്പളത്തോടെയുള്ള അവധി അനുവദിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി മാറിയത് കർണാടക. ആർത്തവ അവധിക്ക് ശമ്പളത്തോടെയുള്ള അവധി അനുവദിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി മാറിയത് കർണാടക. കർണാടകയിലെ വനിതാ ജീവനക്കാർക്ക് പ്രതിവർഷം 12 ദിവസത്തെ ശമ്പളത്തോടെയുള്ള ആർത്തവ അവധി ലഭിക്കും. കർണാടകയിലെ വനിതാ ജീവനക്കാർക്ക് പ്രതിവർഷം 12 ദിവസത്തെ ശമ്പളത്തോടെയുള്ള ആർത്തവ അവധി ലഭിക്കും. സർക്കാർ സ്വകാര്യ മേഖലകളിൽ ബാധകമായ ഈ പുരോഗമനപരമായ നയം ജോലിസ്ഥലത്ത് സ്ത്രീകളുടെ ആരോഗ്യം, അന്തസ്സ്, ഉൽപാദനക്ഷമത എന്നിവയെ പിന്തുണയ്ക്കുന്നതിനായി പ്രതിമാസം 1 ദിവസത്തെ അവധി നൽകുന്നു. അതായത് കർണാടകയിലെ വനിതാ ജീവനക്കാർക്ക് പ്രതിവർഷം 12 ദിവസത്തെ ശമ്പളത്തോടെയുള്ള അവധി നൽകും. പക്ഷേ അത് പ്രതിമാസം 1 ദിവസത്തെ അവധി എന്നുള്ള രീതിയിൽ മാസം തോറും 1 ദിവസത്തെ അവധി വെച്ചിട്ടാണ് 12 മാസങ്ങളിലായിട്ട് ഒരു വർഷത്തേക്ക് 12 ദിവസത്തെ ശമ്പളത്തോടെയുള്ള ആർത്തവ അവധി ലഭിക്കുന്നത്. എത്രാമത് വ്യോമസേനാ ദിനാഘോഷത്തിൻ്റെ ഭാഗമായാണ് അസാമിലെ ഗുവാഹത്തിയിൽ ബ്രഹ്മപുത്ര തീരത്ത് വ്യോമസേനയുടെ ശക്തി പ്രകടനം നടന്നത്. 93ാമത് വ്യോമസേനാ ദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് എത്രാമത് വ്യോമസേനാ ദിനാഘോഷത്തിൻ്റെ ഭാഗമായാണ് അസാമിലെ ഗുവാഹത്തിയിൽ ബ്രഹ്മപുത്ര തീരത്ത് വ്യോമസേനയുടെ ശക്തി പ്രകടനം നടന്നത്. 93ാമത്. രാജ്യത്തിൻ്റെ വടക്കുകിഴക്കൻ മേഖലയിൽ വ്യോമസേനയുടെ ഇത്രയും വലിയ അഭ്യാസ പ്രകടനം ഇതാദ്യമായാണ്. രാജ്യത്തിൻ്റെ വടക്കുകിഴക്കൻ മേഖലയിൽ വ്യോമസേനയുടെ ഇത്രയും വലിയ അഭ്യാസ പ്രകടനം ഇത് ആദ്യമായാണ്. ബ്രഹ്മപുത്ര നദിയിലെ ലച്ചിത് ഗട്ടിൽ നടന്ന ഫ്ലൈ പാസ്റ്റിൽ 75 യുദ്ധവിമാനങ്ങൾ അണിനിരന്നു. ബ്രഹ്മപുത്ര നദിയിലെ ലച്ചിത് ഗട്ടിൽ നടന്ന ഫ്ലൈ പാസ്റ്റിൽ 75 യുദ്ധവിമാനങ്ങൾ അണിനിരന്നു. LCA തേജസ്, റഫാൽ, സുഖോയ് 30, MKI മിറാഷ് 2000 യുദ്ധവിമാനങ്ങൾ ആകാശക്കാഴ്ചയൊരുക്കി. LCA തേജസ്, റഫാൽ, സുഖോയ് 30, MKI മിറാഷ് 2000 യുദ്ധവിമാനങ്ങൾ ആകാശക്കാഴ്ച ഒരുക്കി. അപ്പാച്ചെ ഹെലികോപ്റ്ററുകളും C-295 സൈനിക ചരക്ക് വിമാനങ്ങളും എയർ ഷോയിൽ പങ്കെടുത്തു. ഇതിൻ്റെ കൂടെ അപ്പാച്ചെ ഹെലികോപ്റ്ററുകളും C-295 സൈനിക വിമാനങ്ങളും എയർ ഷോയിൽ പങ്കെടുത്തു. ഈ 93ാം വ്യോമസേനാ ദിനമെന്ന് പറയുന്നത് ഒക്ടോബർ 8ആണ്. 93ാമത് വ്യോമസേനാ ദിനം ഒക്ടോബർ 8ആണ്. 1932 ഒക്ടോബർ 8നാണ് ഇന്ത്യൻ വ്യോമസേന സ്ഥാപിക്കപ്പെട്ടത്. 1932 ഒക്ടോബർ 8നാണ് ഇന്ത്യൻ വ്യോമസേന സ്ഥാപിക്കപ്പെട്ടത്. ഈ വർഷത്തെ പ്രധാന പരിപാടികൾ ഉത്തർപ്രദേശിലെ ഹിൻഡൻ എയർഫോഴ്സ് സ്റ്റേഷനിലും വ്യോമാഭ്യാസ പ്രകടനത്തിൻ്റെ ഭാഗമായി നവംബർ 9 ഗുവാഹത്തിയിലും നടന്നു. നവംബർ 9നാണ് പക്ഷേ ഗുവാഹത്തിയിൽ ഇതിൻ്റെ പരിപാടികൾ നടന്നത്. ഈ വർഷത്തെ പ്രധാന പരിപാടികൾ നടന്നത് ഉത്തർപ്രദേശിലെ ഹിൻഡൻ എയർഫോഴ്സ് സ്റ്റേഷനിലും വ്യോമാഭ്യാസ പ്രകടനത്തിൻ്റെ ഭാഗമായി നവംബർ 9 ഗുവാഹത്തിയിലും നടന്നു. വ്യോമസേന മേധാവിയായിട്ട് ഉള്ളത് നിലവിലെ വ്യോമസേന മേധാവിയായിട്ടുള്ളത് എയർ ചീഫ് മാർഷൽ AP സിംഗ് ആണ്. അതായത് എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് ആണ് നിലവിലെ വ്യോമസേന മേധാവി. നിലവിലെ വ്യോമസേന മേധാവിയാണ് എയർ ചീഫ് മാർഷൽ AP സിംഗ്, അതായത് അമർപ്രീത് സിംഗ്. നിലവിലെ അസം ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ. നിലവിലെ അസം ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ. നിലവിലെ അസം മുഖ്യമന്ത്രിയാണ് ഹിമന്ത ബിശ്വ ശർമ്മ. നിലവിലെ അസം മുഖ്യമന്ത്രിയാണ് ഹിമന്ത ബിശ്വ ശർമ്മ. കേരള സർക്കാർ നടപ്പിലാക്കിയ തിരികെയെത്തുന്ന പ്രവാസികൾക്ക് പ്രാദേശിക സ്ഥാപനങ്ങളിൽ തൊഴിലവസരങ്ങൾ നൽകാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് നെയിം. ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് നോർക്ക അസിസ്റ്റഡ് ആൻഡ് മൊബിലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ്. കേരള സർക്കാർ നടപ്പിലാക്കിയ തിരികെ എത്തുന്ന പ്രവാസികൾക്ക് പ്രാദേശിക സ്ഥാപനങ്ങളിൽ തൊഴിലവസരങ്ങൾ നൽകാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് നെയിം. ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് നോർക്ക അസിസ്റ്റഡ് ആൻഡ് മൊബിലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ്. നോർക്ക അസിസ്റ്റഡ് ആൻഡ് മൊബിലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നെയിം. കോവിഡ് മഹാമാരിക്ക് ശേഷമോ മറ്റ് കാരണങ്ങളാലോ വിദേശത്ത് നിന്ന് കേരളത്തിലേക്ക് തിരിച്ചെത്തിയ പ്രവാസികൾക്ക് സംസ്ഥാനത്തെ വിവിധ സംരംഭങ്ങളിൽ തൊഴിൽ നൽകുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. തൊഴിൽ ദാതാക്കൾക്ക് അവരുടെ സ്ഥാപനം രജിസ്റ്റർ ചെയ്യാനും ഒഴിവുകൾ പോസ്റ്റ് ചെയ്യാനും ഒരു പ്രത്യേക വെബ് പോർട്ടൽ ലഭ്യമാക്കിയിട്ടുണ്ട്. അതായത് കോവിഡ് മഹാമാരിക്ക് ശേഷമോ മറ്റ് കാരണങ്ങളാലോ വിദേശത്ത് നിന്ന്
കേരളത്തിലേക്ക് തിരിച്ചെത്തിയ പ്രവാസികൾക്ക് തൊഴിലവസരങ്ങൾ നൽകുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. സംസ്ഥാനത്തെ വിവിധ സംരംഭങ്ങളിൽ തൊഴിലവസരങ്ങൾ നൽകുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. അതുപോലെ തൊഴിൽ ദാതാക്കൾക്ക് അവരുടെ സ്ഥാപനം രജിസ്റ്റർ ചെയ്യാനും ഒഴിവുകൾ പോസ്റ്റ് ചെയ്യാനും ഒരു പ്രത്യേക വെബ് പോർട്ടൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ അർദ്ധ സെഞ്ചുറി നേടിയത് ആകാശ് ചൗധരി. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ അർദ്ധ സെഞ്ചുറി നേടിയത് ആകാശ് ചൗധരി. മേഘാലയയുടെ കളിക്കാരനായ ആകാശ് രഞ്ജി ട്രോഫിയിൽ അരുണാചൽ പ്രദേശിനെതിരായ മത്സരത്തിലാണ് ചരിത്രപരമായ ഈ പ്രകടനം നടത്തിയത്. മേഘാലയയുടെ കളിക്കാരനായ ആകാശ് രഞ്ജി ട്രോഫിയിൽ അരുണാചൽ പ്രദേശിനെതിരായ മത്സരത്തിലാണ് ചരിത്രപരമായ ഈ പ്രകടനം നടത്തിയത്. അദ്ദേഹം വെറും 11 പന്തുകളിൽ നിന്നാണ് ഈ നേട്ടം കൈവരിച്ചത്. ഈ ഇന്നിങ്സിൽ അദ്ദേഹം തുടർച്ചയായി 8 സിക്സുകൾ പറത്തി. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഇതൊരു റെക്കോർഡ് നേട്ടമാണ്. ഒരു ഓവറിൽ 6 സിക്സറുകൾ നേടുന്ന ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് ചരിത്രത്തിലെ 3ാമത്തെ കളിക്കാരനാണ് ആകാശ് ചൗധരി. ഒരു ഓവറിൽ 6 സിക്സുകൾ നേടുന്ന ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് ചരിത്രത്തിലെ 3ാമത്തെ കളിക്കാരനാണ് ആകാശ് ചൗധരി. ഈ നേട്ടം കൈവരിച്ച ഇതിഹാസ താരങ്ങളായ ഗാരി സോബേഴ്സിനും രവി ശാസ്ത്രിക്കുമൊപ്പമാണ് അദ്ദേഹം ഇപ്പോൾ ഇടം നേടിയിരിക്കുന്നത്. ഈ നേട്ടം കൈവരിച്ച മറ്റ് 2 പേർ ആരൊക്കെയാണ്? അത് ഗാരി സോബേഴ്സിനും രവി ശാസ്ത്രിയുമാണ്. അവരുടെ കൂടെയാണ് ഇപ്പോൾ ആകാശ് ചൗധരി കൂടി ഈ നേട്ടം നേടിയിരിക്കുന്നത്. 2025 നവംബറിൽ അന്തരിച്ച കേരള സർവകലാശാല മുൻ വൈസ് ചാൻസലറും അമൃത വിശ്വവിദ്യാപീഠം സ്കൂൾ ഓഫ് ഫിസിക്കൽ സയൻസ് ഡീനുമായ വ്യക്തിയാണ് ഡോക്ടർ VP മഹാദേവൻ പിള്ള. 2025 നവംബറിൽ അന്തരിച്ച കേരള സർവകലാശാല മുൻ വൈസ് ചാൻസലറും അമൃത വിശ്വവിദ്യാപീഠം സ്കൂൾ ഓഫ് ഫിസിക്കൽ സയൻസ് ഡീനുമായ വ്യക്തിയാണ് ഡോക്ടർ VP മഹാദേവൻ പിള്ള. ഇന്ത്യൻ സഹായത്തോടെ നിർമ്മാണം പൂർത്തിയാക്കി 2025 നവംബറിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട മാലദ്വീപ് എയർപോർട്ടാണ് ഹൈനി മഹദൂ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇന്ത്യൻ സഹായത്തോടെ നിർമ്മാണം പൂർത്തിയാക്കി 2025 നവംബറിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട മാലദ്വീപ് എയർപോർട്ടാണ് ഹൈനി മഹദൂ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ആമസോൺ മേഖലയുടെ കവാടം എന്നറിയപ്പെടുന്ന നഗരമാണ് ബെലെ. ഐക്യരാഷ്ട്രസഭയുടെ 30ാമത് കാലാവസ്ഥാ ഉച്ചകോടി ബ്രസീലിലെ ബെലേം നഗരത്തിൽ ഇന്ന് ആരംഭിച്ചു. നമ്മൾ ഇന്നലെ ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, COP13 കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വേറെയും കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ 30ാമത് കാലാവസ്ഥാ ഉച്ചകോടി ബ്രസീലിലെ ബെലേമിൽ വെച്ചിട്ടാണ് നടക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇന്ന് ആരംഭിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ 30ാമത് കാലാവസ്ഥാ ഉച്ചകോടി ഇന്ന് ആരംഭിച്ചു. ബ്രസീലിലെ ബെലേം നഗരത്തിൽ വെച്ചാണ് ആരംഭിച്ചത്. 2025 നവംബർ 10 മുതൽ നവംബർ 21 വരെയാണ് ഉച്ചകോടി നടക്കുന്നത്. 2025 നവംബർ 10 മുതൽ നവംബർ 21 വരെയാണ് ഉച്ചകോടി നടക്കുന്നത്. കാലാവസ്ഥാ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കാമെന്നും ഇതിനായുള്ള ചെലവ് ആര് വഹിക്കണം എന്നതുമാണ് ഉച്ചകോടിയിലെ പ്രധാന ചർച്ചാ വിഷയം. കാലാവസ്ഥാ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കാമെന്നും ഇതിനായുള്ള ചെലവ് ആര് വഹിക്കണമെന്നതുമാണ് ഉച്ചകോടിയിലെ പ്രധാന ചർച്ചാ വിഷയം. വികസ്വര രാജ്യങ്ങളുടെയും അവികസിത രാജ്യങ്ങളുടെയും വികസന ആവശ്യങ്ങൾ മുൻനിർത്തി ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കാൻ അവരെ അനുവദിക്കണമെന്നതാണ് ഇന്ത്യയുടെ ആവശ്യം. വികസ്വര രാജ്യങ്ങളുടെയും അവികസിത രാജ്യങ്ങളുടെയും വികസന ആവശ്യങ്ങൾ മുൻനിർത്തി ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കാൻ അവരെ അനുവദിക്കണമെന്നതാണ് ഇന്ത്യയുടെ ആവശ്യം. അതുപോലെ COP30 വേദി നമ്മൾ പറഞ്ഞു ബ്രസീലിലെ ബെലേമാണ്. അതുപോലെ COP28 അതായത് 2023 നടന്ന COP28 വേദി എന്ന് പറയുന്നത് ദുബായ് UAE ആണ്. COP28 വേദി എന്ന് പറയുന്നത് ദുബായ് UAE ആണ്. അതുപോലെ 2024 COP29 വേദി എന്ന് പറയുന്നത് ബാക്കു അസർബൈജാനാണ്. COP29 വേദി ബാക്കു അസർബൈജാനാണ്. 2023 COP28 വേദി ദുബായ് UAE ആണ്. COP29 വേദി ബാക്കു അസർബൈജാനാണ്. അതുപോലെ ആദ്യ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കിയ ഇന്ത്യ തദ്ദേശീയമായി 2025 ഒക്ടോബറിൽ നിർമ്മിച്ച യുദ്ധവിമാനമാണ് തേജസ് MK-1A. ആദ്യ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കിയ ഇന്ത്യ തദ്ദേശീയമായി 2025 ഒക്ടോബറിൽ നിർമ്മിച്ച യുദ്ധവിമാനമാണ് തേജസ് MK-1A.
ISSF ലോകകപ്പ് ഷൂട്ടിങ്ങിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരമാണ് രവീന്ദർ സിംഗ്. ISSF ലോകകപ്പ് ഷൂട്ടിങ്ങിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരമാണ് രവീന്ദർ സിംഗ്. പുരുഷന്മാരുടെ 50 മീറ്റർ പിസ്റ്റൾ ഇനത്തിലാണ് 29-കാരൻ രവീന്ദർ സ്വർണം നേടിയത്. പുരുഷന്മാരുടെ 50 മീറ്റർ പിസ്റ്റൾ ഇനത്തിലാണ് 29-കാരൻ രവീന്ദർ സ്വർണം നേടിയത്. രവീന്ദർ, കമൽജിത്ത്, യോഗേഷ് കുമാർ എന്നിവരടങ്ങുന്ന ഇന്ത്യൻ സംഘം പുരുഷ 50 മീറ്റർ പിസ്റ്റൾ ഗ്രൂപ്പിൽ വെള്ളിയും നേടി. രവീന്ദർ, കമൽജിത്ത്, യോഗേഷ് കുമാർ എന്നിവരടങ്ങുന്ന ഇന്ത്യൻ സംഘം പുരുഷ 50 മീറ്റർ പിസ്റ്റൾ ഗ്രൂപ്പിൽ വെള്ളി നേടി. ബാഡ്മിൻ്റണിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച മുൻ ലോക 1-ാം നമ്പർ വനിതാ താരമാണ് ചൈനീസ് തായിങ് പേയിയുടെ തായ് സൂയിങ്. ബാഡ്മിൻ്റണിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച മുൻ ലോക 1-ാം നമ്പർ വനിതാ താരമാണ് ചൈനീസ് തായിങ് പേയിയുടെ തായ് സൂയിങ്. ഏത് സംസ്ഥാനത്ത് നിന്നുമാണ് ട്രൈസെറാടോപ്സ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഡൈനോസറിൻ്റെ ഫോസിൽ കണ്ടെത്തിയത്? ഉത്തർപ്രദേശ്. ഏത് സംസ്ഥാനത്ത് നിന്നുമാണ് ട്രൈസെറാടോപ്സ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഡൈനോസറിൻ്റെ ഫോസിൽ കണ്ടെത്തിയത്? ഉത്തർപ്രദേശ്. സഹൻസാര നദിയുടെ കരയിൽ നിന്നാണ് മൂക്കൊമ്പൻ ഡൈനോസറിൻ്റേതെന്ന് കരുതുന്ന ഫോസിൽ ലഭിച്ചത്. ഇത് എവിടെ നിന്നാണ് ലഭിച്ചത്? ഉത്തർപ്രദേശിലെ സഹൻസാര നദിയുടെ കരയിൽ നിന്നാണ് മൂക്കൊമ്പൻ ഡൈനോസറിൻ്റേതെന്ന് കരുതുന്ന ഫോസിൽ ലഭിച്ചത്. 2025 നവംബറിൽ പക്ഷിപ്പനി വ്യാപനം തടയുന്നതിനായി 300-ലേറെ ഒട്ടകപ്പക്ഷികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയ രാജ്യമാണ് കാനഡ. 2025 നവംബറിൽ പക്ഷിപ്പനി വ്യാപനം തടയുന്നതിനായി 300-ലേറെ ഒട്ടകപ്പക്ഷികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയ രാജ്യമാണ് കാനഡ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ആനുകാലിക ഭാഗത്ത് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഗവൺമെൻറ് സർവീസിൽ കയറാൻ വേണ്ടി പറ്റട്ടെ. ഈ ഒരു ക്ലാസ്സിൻ്റെ നോട്ട് ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം. താങ്ക്